ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന സമൂസ ഷീറ്റിന്റെയും അതുപോലെ തന്നെ സ്പ്രിംഗ് റോളൊക്കെ ഉണ്ടാക്കില്ല അതിന്റെയൊക്കെ ഷീറ്റ് ഉണ്ടാക്കുന്ന കാണിക്കുന്നത്. നമുക്ക് ഒരു 10 മിനിറ്റ് പോലും വേണ്ട ഇത് ചെയ്തെടുക്കാനായിട്ട്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും നല്ല റേറ്റ് ഒക്കെ ആവും. അപ്പൊ ഇത് ഉണ്ടാക്കി നമ്മൾ നോമ്പിന് മുമ്പേ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ, ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് നോമ്പ് തീരുന്ന വരെ ഉപയോഗിക്കാം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് ലേറ്റ് ആക്കാതെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ ഒരു 4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഇതിലേക്ക് ഈ സമയത്ത് ഓയിലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഉപ്പും മൈദയും മാത്രമേ ആവശ്യമുള്ളൂ. എന്നിട്ട് നമ്മൾ കുറച്ചായിട്ട് സാധാരണ വെള്ളം ഉണ്ടല്ലോ അത് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ഇതിൽ മൈദ മാത്രമേ എടുക്കുന്നുള്ളൂ. ഗോതമ്പ് വെച്ചിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും നമുക്ക് കിട്ടൂല. അപ്പൊ നമ്മൾക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു ഇതിൽ കിട്ടണമെങ്കിൽ മൈദ തന്നെ വേണം. അപ്പൊ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കുക. നമ്മൾ പൊറോട്ടക്കൊക്കെ ചെയ്യില്ല അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴക്കുക. ഒരുപാട് ടൈറ്റ് ആക്കി കുഴക്കരുത്. അപ്പൊ നന്നായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. കുഴക്കലൊന്നും വലിയ പണിയൊന്നും ഇല്ലല്ലോ. 5-6 മിനിറ്റ് കൊണ്ട് കുഴക്കൽ പരിപാടിയൊക്കെ തീരും. അപ്പൊ അത് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മേലയിൽ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മേലേക്ക് ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് വേണമെങ്കിൽ കുറച്ച് നേരം അടച്ചു വെക്കാം. എന്ന് വെച്ചാൽ അടച്ചു വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആവും. അപ്പൊ ഞാനൊരു അരമണിക്കൂർ ഇത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പൊ അരമണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ റെസ്റ്റ് ചെയ്യാനുള്ള സമയം മാത്രമേ വേണ്ടുള്ളൂ. ബാക്കി പണിയൊക്കെ നമുക്ക് വേഗം ചെയ്തെടുക്കാം. അപ്പൊ ഇനി നമുക്ക് ഇത് മാവ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് മുറിച്ചെടുക്കണം. ചെറിയ പീസാക്കി എടുക്കണം. ഇപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ മാവ് ഇരിക്കുന്നത്. പൊറോട്ടയുടെ ഒക്കെ ഒരു മാവ് പോലെയാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതൊരു 15-20 പീസാക്കി മാറ്റാം. ഒരു 20 പീസൊക്കെ ആക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഞാനൊരു 15 പീസാണ് ആക്കിയിട്ടുണ്ടായിരുന്നു ആദ്യം. പിന്നെ ഞാനത് 20 ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏകദേശം അത്രേ ആക്കിയെടുക്കാൻ നോക്കുക. അപ്പൊ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നത് ഏകദേശം ഒരേ സൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളിത് 2-3 വെച്ച് ഒരുമിച്ച് പരത്തിയിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഏകദേശം ഒരേ സൈസ് കിട്ടിയാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് റോൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ആദ്യം ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പൊ നമ്മൾ പരത്തുന്ന സമയത്ത് ആദ്യം തന്നെ ഒരുപാട് തിന്നാക്കി പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചെറുതാക്കി ഒന്ന് പരത്തിയെടുക്കാൻ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തേതൊന്ന് പരത്തിയെടുക്കാം. എല്ലാം കൂടി നമ്മൾ ഒപ്പരം പരത്തി വെക്കണ്ട, ഒരുമിച്ച് പരത്തി വെക്കണ്ട. രണ്ടെണ്ണം വെച്ച് പരത്തിയിട്ട് നമുക്കിത് ചെയ്തെടുക്കുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം. കാരണം കുറച്ചും കൂടെ ലൂസ് ആയിട്ടുള്ള മാവായതുകൊണ്ട് എല്ലാം കൂടി പരത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവസാനം എടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കും. അപ്പൊ ചെറുതായിട്ടൊന്ന് ഒരു പൂരിയുടെ ഒക്കെ വലുപ്പമുണ്ടല്ലോ അത്രയും പരത്തിയെടുത്താൽ മതി. ഇതുപോലെ തന്നെ 2 പരത്തിയെടുക്കുക. അതിനുശേഷമാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അടുത്തും കൂടി ഒന്ന് പരത്തിയെടുക്കുക. ഇത് നമുക്ക് ഈ പരത്താനൊക്കെ മടിയില്ലാത്തവർക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. വലിയ മെനക്കെടൊന്നും ഇല്ല. ഒന്ന് പരത്തിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് നമ്മൾ രണ്ടാമത്തെയും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തേന്റെ അടിയിൽ കുറച്ച് പൊടിയൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യത്തെ ആ ഒരു പരത്തിയതുണ്ടല്ലോ അത് വെച്ച് കൊടുക്കണം. അതിന്റെ മേലെ ആയിട്ട് ഇനി നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് നമുക്ക് എല്ലാടിയും ഒന്ന് ആക്കി കൊടുക്കാം. നന്നായിട്ട് എല്ലാടിയും ഓയിൽ കിട്ടണം. എന്നാലേ നമുക്കിത് പരത്തി ചുട്ടെടുത്തതിന് ശേഷം മാറ്റി അടർത്തി എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാടിയും നന്നായിട്ട് ഓയിൽ ആക്കി കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ മേലെ ആയിട്ട് ഞാൻ കുറച്ച് മൈദയും കൂടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിന്റെ മേലയിൽ ഇതുപോലെ നമ്മൾ രണ്ടാമത്തെ ചപ്പാത്തിയും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കുക. ഒരുപാട് കട്ടിയിൽ പരത്തിയെടുത്തു കഴിഞ്ഞാൽ നമുക്കിത് സ്പ്രിംഗ് റോൾ ഉണ്ടാക്കുന്ന സമയത്ത് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ കുറച്ച് മെലിഞ്ഞിട്ട് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാൻ നോക്കുക. അധികം കട്ടിയില്ലാണ്ട് പരത്താൻ നോക്കുക. അപ്പൊ നന്നായിട്ട് പരത്തിയെടുക്കുക കേട്ടോ. അപ്പൊ ഞാനിത് പരത്തി എടുത്തിട്ടുണ്ട്. ഇപ്പൊ കാണുമ്പോൾ രണ്ടും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവുക. കുഴപ്പമില്ല, നമ്മൾ ചുട്ട് കഴിയുമ്പോൾ അത് ശരിയായിക്കോളും. അപ്പൊ നമുക്കിനി ഇത് ചുട്ടെടുക്കാം. ചുട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ തീ കൂട്ടി വെച്ച് ചെയ്യരുത്. തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ തിരിച്ചും മറിച്ചിട്ട് ഒരു 3-4 തവണ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കും. അത്രയേ ഉള്ളൂ. ഒരുപാട് വേവിച്ചെടുക്കരുത്. പകുതി മാത്രമേ വേവാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇതിൽ ബബിൾസ് ഒന്നും ഒരുപാട് വരാൻ കാത്തു നിൽക്കരുത്. പെട്ടെന്ന് തിരിച്ചിട്ടിട്ട് എടുക്കണം. ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടുക. നമ്മൾ ഈ 2 മാത്രമല്ലേ പരത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വേഗം വെന്ത് കിട്ടും. അപ്പുറത്തും തിരിച്ചിടുമ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പൊ ഇത് വെന്തിട്ടുണ്ട്. ഞാനിത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ ഇത് എണ്ണയൊക്കെ ആക്കിയത് കൊണ്ട് തന്നെ ഇതുപോലെ എളുപ്പത്തിൽ നമുക്കിത് പറിച്ചെടുക്കാൻ പറ്റും.
ഒന്ന് കെയർഫുൾ ആയിട്ട് ചെയ്യുക, കാരണം കീറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ഇനി നമ്മൾ ഇതുപോലെ രണ്ട് സൈഡിൽ നിന്ന് ഒന്ന് മടക്കിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം സ്പ്രിംഗ് റോളിന് വേണ്ടിയിട്ടുള്ളതാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ രണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ അറ്റം ഉണ്ടല്ലോ ഒന്ന് കട്ട് ചെയ്ത് കളയാ. കത്തി വെച്ച് ചെയ്താൽ മതി, അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവുക. ഇനി ഇത് തുറന്നിട്ട് ഇതിന്റെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളയാം. നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിലല്ലേ വേണ്ടത് സ്പ്രിംഗ് റോളിന്റെ ഷീറ്റ്, അപ്പൊ അതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് സമൂസ ഷീറ്റാണ് കട്ട് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നീളത്തിലല്ലേ ഷീറ്റ് കിട്ടണേ, അതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ സ്പ്രിംഗ് റോളിന്റെ ഷീറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നടുക്ക് ഇങ്ങനെ മസാല വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. റോൾ ചെയ്യുന്ന സ്പ്രിംഗ് റോളിന്റെ തന്നെ 3-4 ടൈപ്പിൽ നമുക്ക് റോൾ ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ സമൂസക്ക് കട്ട് ചെയ്യുന്നത് വേറൊരു രീതിയിലും കൂടെ കാണിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീളത്തിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ റൗണ്ട് ആയിട്ടുള്ളത് 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് സമൂസക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ സ്പ്രിംഗ് റോളിന്റെ ആ ഒരു ഷീറ്റിൽ പോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ലെയർ ഒക്കെ കിട്ടും നമുക്ക് സമൂസ ഉണ്ടാക്കുന്ന സമയത്ത്. ഇതാകുമ്പോൾ കുറച്ചുകൂടി സിമ്പിൾ ആണ്, പക്ഷെ അത്ര ലെയർ ഉണ്ടാവില്ല. ഇതുപോലെയാണ് കേട്ടോ ചെയ്യുക. രണ്ട് സൈഡിൽ നിന്നും മടക്കി കൊടുക്കും. എന്നിട്ട് പിന്നെ മേൽഭാഗം ഒന്ന് മടക്കി വെക്കുകയാണ് ചെയ്യുക. അപ്പൊ ഉള്ളിലേക്കാണ് നമ്മൾ ഫില്ലിങ് വെക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ സമൂസന്റെ ഷീറ്റും റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ 4 കപ്പ് മൈദക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു 10-20 ഷീറ്റ് നമുക്ക് കിട്ടും. ഇതിന്റെ ഉള്ളിലാണ് കേട്ടോ നമ്മൾ ഫില്ലിങ് വെക്കുന്നത്. ഇതൊരു ചെറിയ സമൂസ ഉണ്ടാവുക നമ്മളിങ്ങനെ ഒരു റൗണ്ട് 4ആയിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പൊ നമ്മൾ ഇത് ഫ്രീസറിൽ വെക്കുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും ഒന്ന് കവർ ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഐസ് കയറും. ഐസ് കയറാൻ ചാൻസ് കൊടുക്കരുത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാട്ടോ. നമുക്കിപ്പോ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നമ്മൾ എത്ര പിടിച്ച് കയ്യിലിട്ട് ചുരുട്ടിയാലും അത് കീറി പോകുന്നില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം നല്ല തിന്നായത് കൊണ്ട് തന്നെ നമ്മുടെ കൈയിന്റെ ആ ഒരു ഇതൊക്കെ കാണുന്നുണ്ട് നമ്മൾ മേലെ കൂടെ നോക്കുന്ന സമയത്ത്. അപ്പൊ എല്ലാവരും ഇത് നോമ്പാകുന്നതിന് മുമ്പ് ഒന്ന് ഉണ്ടാക്കിയിട്ട് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതേപോലെ തന്നെ മറ്റൊരു കിടുക്കൻ ഇഫ്താർ റെസിപ്പി ആയിട്ട് ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്.